ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ടോക്സ്. അപ്പോൾ നമ്മുടെ 2 ഏപ്രിലെ ട്രേഡൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നോ അതോ നിങ്ങൾക്ക് ലോസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കണം. അപ്പം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് 1 വീക്ക് ചാർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1 വീക്ക് യെസ്, ഇത് 1 വീക്ക് ചാർട്ട്. 1 വീക്കിൽ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വീക്കിൽ നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ, ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത് അല്ലേ, കണ്ടോ? ആ ട്രെൻഡ് ലൈൻ, അതായത് നമ്മുടെ കോവിഡ് സമയം മുതലുള്ള ട്രെൻഡ് ലൈൻ, അതായത് 2020 മാർച്ച് മുതൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. ആ ട്രെൻഡ് ലൈനിലാണ് നിഫ്റ്റി 23,800 എന്ന ലെവലിൽ നിന്ന് താഴോട്ട് വന്നപ്പം അവിടെയാണ് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോകാം. ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ടൈം ഫ്രെയിമിലുണ്ട്, വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു, നിഫ്റ്റി അത് മുകളിലോട്ട് കയറി. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോഴും ഒരു വ്യൂ ബുള്ളിഷ് ആണെന്ന് പറയാൻ നമുക്ക് ആയിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മുകളിലോട്ട് പോകുന്നവരെ നമുക്ക് നിഫ്റ്റീനെ ഒരു ബുള്ളിഷ് വ്യൂ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ട്രേഡ്സൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ നിഫ്റ്റിയുടെ വ്യൂ ഇപ്പോഴും ബിയറിഷ് തന്നെയാണ്. കാരണം നിഫ്റ്റിക്ക് ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോഴും 1-2 കറക്ഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടായിരിക്കും നിഫ്റ്റി മുകളിലോട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു വ്യൂ. നിങ്ങളുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയാം. അപ്പം നിഫ്റ്റി ഇന്നലെ ഒരു 100 പോയിൻറ്റ്സിന് മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഹൈ ലോ, നിഫ്റ്റിയുടെ ഡേ ഹൈ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 അവറിലോട്ട് ജസ്റ്റ് പോകാം. 1 അവറിൽ നിഫ്റ്റിയുടെ ഒരു വ്യൂ ഇങ്ങനെയാണ്. നമ്മുടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തു. ഇന്നലെ അത് താഴോട്ട് ബ്രേക്ക് ചെയ്തില്ല. ഇന്നലെ എൻ്റെ ഒരു വ്യൂ ആക്ച്വലി നിഫ്റ്റി ഇവിടുന്ന് ബ്രേക്ക് താഴോട്ട് തരികയാണെങ്കിൽ, അതായത് ഇന്ന് ഡേ ലോയിൽ നിന്നൊരു ബ്രേക്ക് താഴോട്ട് തരികയാണെങ്കിൽ താഴോട്ടൊരു ട്രേഡ് എടുക്കാമെന്നായിരുന്നു എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ നിഫ്റ്റി ഇന്നലെ പോയത് ഓപ്പോസിറ്റാണ്. നിഫ്റ്റി മുകളിലോട്ടാണ് പോയത്. പക്ഷേ കുഴപ്പമില്ല, ഈ ഒരു സോണിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിഫ്റ്റി കറക്റ്റ് ഒരു വ്യൂ ഉണ്ടാക്കാതെ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോ ട്രേഡിങ് സോണായിരുന്നു. ആസ് എ ഡയറക്ഷൻ ട്രേഡറിന് ഇതൊരു നോ ട്രേഡിങ് സോണാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. നാളത്തെ വ്യൂ അതായത് എൻ്റെ വ്യൂവിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ചാനലിലൂടെയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ചാനലുണ്ട് നിഫ്റ്റിക്ക് ഇവിടെ. ഒരു ചാനൽ നമുക്ക് ഇവിടെ നിഫ്റ്റിക്ക് വരച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ചാനലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചാനലിൽ എൻ്റെ ഒരു ട്രേഡിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞുതരാം. ഈ ചാനൽ നാളെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിഫ്റ്റി ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, പിന്നെ ഇങ്ങനെ കയറി പോവാണ്. അതല്ല, നിഫ്റ്റി നാളെ ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഒരു പാരലൽ ഓപ്പൺ ചെയ്തിട്ട് നിഫ്റ്റി ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ളൊരു വ്യൂവും നാളെ ഉണ്ടാവും. പക്ഷേ നാളെ എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് നിഫ്റ്റി ഈ ചാനൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാർക്കറ്റ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് 2 സൈഡിലോട്ടുള്ള വ്യൂ വേണം. അപ്പോൾ നമുക്ക് മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും നമ്മുടെ ജസ്റ്റ് നമുക്ക് ടാർഗറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നാളെ നിഫ്റ്റി ഇൻ കേസ് നാളെ നിഫ്റ്റി മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് നാളത്തെ ഡേ ഹൈ ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ചാനലിലെ പുറത്ത് പോകാൻ കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ താഴെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് നിഫ്റ്റി മുകളിലോട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഒരു പുൾ ബാക്ക് തന്നിട്ട് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തരികയാണെങ്കിൽ നമുക്ക് T1 ആയിട്ട് മുകളിലോട്ട് T1 ആയിട്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്ത് ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. T1 ആയിട്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്യാം. കുറച്ച് 23
452 ഇതാണ് നമ്മുടെ നാളത്തെ T1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഈ നമ്മൾ 23,800 ബ്രേക്ക് ചെയ്യുന്നവരെ ഒരു വലിയൊരു ട്രേഡ് മുകളിലോട്ട് പ്രതീക്ഷിക്കാതെ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു 50-60 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു ഏരിയ, ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു 23,155 എന്നുള്ള ഏരിയ താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നവരെ താഴോട്ടും നമുക്ക് ഒരു പ്രോപ്പർ വ്യൂ ഇപ്പോൾ ഇല്ല. അപ്പം നാളെ നിഫ്റ്റി ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുൾ ബാക്ക് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് താഴോട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മുടെ ഇന്നത്തെ ഡേ ലോയിനെ എടുക്കാം. T1 ആയിട്ട് 23 ഇന്നത്തെ ഡേ ലോ ആയ ഈ 23,159, 23,173 ഈ ഒരു ഏരിയയിൽ നമുക്ക് നാളെ താഴോട്ടും പറയാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. 23,159 ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,159. അത് കഴിഞ്ഞ് താഴോട്ട് തന്നെ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ താഴോട്ട് ടാർഗറ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടം വരെയാണ് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളൂ. കാരണം നിഫ്റ്റി ഈ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അപ്പ് ഡൗൺ അല്ലാത്തൊരു രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 23,800 ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ബുള്ളിഷ് ആയിട്ടൊരു മൊമെൻറ്റും പറയാൻ കഴിയില്ല. 23,159 ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് താഴോട്ടൊരു പ്രോപ്പർ മൊമെൻറ്റം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു പാറ്റേണിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിലാണ്. ഈ ചാനൽ എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.